KSRTC സൗജന്യ യാത്ര സ്ത്രീകളെ ആരോഗ്യവതിയാക്കും. UDF സർക്കാരിൻ്റെ ഏറ്റവും ഗ്ലാമർ വാഗ്ദാനങ്ങളൊന്നായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ഏർപ്പെടുത്തും എന്നുള്ളത്. എന്നാൽ ഓർഡിനറിയിൽ മാത്രമായി ഈ വാഗ്ദാനം ചുരുങ്ങി. നിരവധി വിമർശനങ്ങൾ ഈ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിമർശനങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒന്ന്, എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര ഏർപ്പെടുത്തുമെന്നായിരുന്നു UDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ഈ യാത്ര ചുരുക്കി എന്നുള്ളതാണ് ആദ്യത്തെ വിമർശനം. രണ്ടാമതായി KSRTCയുടെ നഷ്ടം വളരെ വലുതാകും എന്നുള്ളതായിരുന്നു കണക്കുകൾ നിരത്തിയുള്ള രണ്ടാമത്തെ വിമർശനം. അതും ശരിയാണ്. മൂന്നാമതായി, ഒരു ക്ഷേമ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് എല്ലാ സ്ത്രീകൾക്കും അതിൻ്റെ തുല്യ ആനുകൂല്യം ലഭിക്കണം. എന്നാൽ ഈ ഒരു ഓർഡിനറി സൗജന്യ യാത്രയിൽ KSRTC ബസ്സിൽ സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യുമ്പോൾ അതൊരു ക്ഷേമ പദ്ധതിയാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുമല്ല, മറിച്ച് ജില്ലകൾ തോറുമുള്ള ഏറ്റക്കുറച്ചിലുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഓരോ ജില്ലയിലും വിവിധ എണ്ണമാണ് ഓർഡിനറി ബസ്സുകളുള്ളത്. ഉദാഹരണമായി തിരുവനന്തപുരത്ത് ഏകദേശം 499 ഓർഡിനറി ബസ്സുകളുള്ളപ്പോൾ മലപ്പുറത്ത് അത് 60-63 ബസ്സുകൾ മാത്രമേ ഉള്ളൂ. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ജില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് കിട്ടുന്ന ഒരു സ്ത്രീക്കുള്ള നീതിയല്ല മലപ്പുറത്ത് കിട്ടുന്നത്. ഇങ്ങനെയുള്ള വിമർശനമാണ് ഈ ക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. മറ്റൊന്ന്, സ്ത്രീ പുരുഷ തുല്യതയാണ്. സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പുരുഷന് സ്ത്രീക്ക് കിട്ടുന്ന നീതി ലഭിക്കുന്നില്ല. ഉദാഹരണമായി 10 ലക്ഷം രൂപ മാസ വരുമാനമുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥയ്ക്ക് അവർക്ക് ഫ്രീ ആയി യാത്ര അനുവദിക്കുമ്പോൾ 400 രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു കൂലിപ്പണിക്കാരന് പണം കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന സ്ത്രീ പുരുഷ തുല്യത ഈ ഒരു സൗജന്യ ബസ് യാത്രയിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം. ഇനി അടുത്തത് വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നമാണ്. ഒരേ പ്രായത്തിൽപ്പെടുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും യാത്ര ചെയ്യുമ്പോൾ പെൺകുട്ടിക്ക് ഫ്രീ യാത്ര അനുവദിക്കുന്നു, ആൺകുട്ടിക്ക് പണം കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ ഒരു സ്ത്രീ പുരുഷ വ്യത്യാസം അനുഭവപ്പെടുന്ന സംവിധാനമാണ് ഈ സൗജന്യ യാത്ര എന്നുള്ള ഒരു വിമർശനം. ഇങ്ങനെ നിരവധി വിമർശനങ്ങൾ ഈ ഒരു സൗജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഇതുകൊണ്ട് ഗുണങ്ങളുണ്ടോ എന്ന് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? മന്ത്രിമാർ, രാഷ്ട്രീയക്കാർ ഇവരൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സ്ത്രീകൾക്ക് ഇതിൽ ഗുണമുണ്ടോ? അവരുടെ ആരോഗ്യത്തിന് ഗുണമുണ്ടോ? പൊതുസമൂഹത്തിന് ഗുണമുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഒരു സ്ത്രീ ഒരു ദിവസം മിനിമം ഒരു അരമണിക്കൂർ നടക്കേണ്ടി വരുന്നു, ഒരു രാവിലെയും വൈകിട്ടും, ഈ ഓർഡിനറി ബസ്സിന് വേണ്ടി. ഒന്ന് വിചാരിക്കുക, അങ്ങനെ കൃത്യമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. അതിന് പഠനമൊന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ സാമാന്യമായ ഒരു ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഒരു സ്ത്രീക്ക് വീട്ടിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ കയറി സിറ്റിയിലെത്തി അവിടെ നിന്ന് ഈ ഓർഡിനറി ബസ്സിലേക്ക് കയറണമെങ്കിൽ ഏകദേശം 15 മിനിറ്റെങ്കിലും നടക്കേണ്ടി വരും രാവിലെ. വൈകുന്നേരവും അത് തന്നെ, ഓഫീസ് വിട്ടിട്ട് 15 മിനിറ്റെങ്കിലും ഈ പറയുന്ന ബസ് കിട്ടാൻ വേണ്ടി നടക്കേണ്ടി വരുന്നു. നമ്മുടെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്താണ്? ഒരു ദിവസം അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഗുണകരമാണ്. അത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ഹെൽത്തിന് നല്ലതാണ് ഈ അരമണിക്കൂർ നടത്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഓർഡിനറി ബസ്സിലെ ഈ സൗജന്യ യാത്രയുള്ള ബസ് തേടിയുള്ള ഒരു സ്ത്രീയുടെ യാത്ര അരമണിക്കൂറോ 1 മണിക്കൂറോ ആകാം. അത് രാവിലെയും വൈകിട്ടുമാകുമ്പോൾ അത് കൃത്യമായി തന്നെ മിനിമം ഒരു അരമണിക്കൂർ ഒരു സ്ത്രീക്ക് നടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിലെ ആരോഗ്യകരമായിട്ടുള്ള ഒരു വശം. അവർക്ക് രാവിലെ ഒരു 15 മിനിറ്റ് നടക്കേണ്ടി വരുന്നു, വൈകിട്ട് ഒരു 15 മിനിറ്റ് നടക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മുടെ ഡോക്ടർമാർ പറയുന്നതനുസരിച്ചുള്ള ആ ഒരു കൃത്യമായ ആ ഹെൽത്തിൻ്റെ ഒരു കണ്ടീഷൻ അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നല്ല ആരോഗ്യം ലഭിക്കുന്നു, നടക്കുമ്പോൾ ആരോഗ്യം ലഭിക്കുന്നു. അങ്ങനെ അവരറിയാതെ തന്നെ, സ്ത്രീകൾ അറിയാതെ തന്നെ ഈ ഒരു നടത്ത വഴി അവർക്ക് ആരോഗ്യം ഉറപ്പാകുന്നു എന്നുള്ളതാണ് ഈ സൗജന്യ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമതായി വാഹന പെരുപ്പം നിയന്ത്രിക്കാൻ കഴിയുന്നു.
മിക്ക സ്ത്രീകളും ഒന്നുകിൽ ടൂ വീലറിനെ ആശ്രയിച്ച് വരുന്നവരാണ്, അതല്ല എങ്കിൽ കാറിനെ ആശ്രയിച്ച് വരുന്നവരാണ്. അപ്പോൾ ഈ സൗജന്യ യാത്ര വരുമ്പോഴേക്കും ഈ ടൂ വീലറും അവരുടെ ഫോർ വീലറും അവർ വീട്ടിൽ അവിടെ തന്നെ ഇട്ടിട്ട് അതിൽ ഉപയോഗിക്കാതെ നേരിട്ട് വന്ന് ഈ ഓർഡിനറി ബസ്സിലേക്ക് കയറുന്നു. ഇനി ഇതിന്റെ കണക്ക് ശരിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ശരിയാണ്. കാരണം സ്ത്രീകൾ കൂടുതലായി ഈ സൗജന്യ യാത്രയെ ആശ്രയിക്കുന്നു. 16-ാം തീയതി സർക്കാർ പുറത്തുവിട്ട കണക്കനുസരിച്ചാണെങ്കിൽ ആകെ യാത്രക്കാർ എന്ന് പറയുന്നത് 18,56,000 പേരാണ്. ഇതിൽ 11,84,000 പേർ സ്ത്രീകളാണ്. അതായത് 64%. 16-ാം തീയതിയാണ് ഈ കണക്ക് പറയുന്നത്. 15-ാം തീയതിയാണ്, ജൂൺ 15-ാം തീയതിയാണ് ഈ സൗജന്യ യാത്രാ പദ്ധതി നടത്തിയത്. അതിന്റെ തൊട്ട് ദിവസത്തെ കണക്കാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. ആ കണക്കനുസരിച്ചാണെങ്കിൽ 64% സ്ത്രീകൾ യാത്ര ചെയ്തു. അതായത് 16-ാം തീയതി മാത്രം അധികമായി KSRTCയിൽ സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തിയത് 4,25,000 സ്ത്രീകളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പദ്ധതി 1-ാം ദിവസവും വിജയിച്ചു, 2-ാം ദിവസവും വിജയിച്ചു. 2-ാം ദിവസം 4,25,000 സ്ത്രീകളാണ് പുതിയതായി ഈ ഓർഡിനറി സർവീസിനെ ആശ്രയിച്ച് സൗജന്യ യാത്രയുടെ ആനുകൂല്യങ്ങൾ നേടിയത്. അപ്പോൾ ഈ 4,25,000 സ്ത്രീകളിലെ ഒരു 80% സ്ത്രീകൾക്കും വാഹനമുണ്ടാകുമല്ലോ. ആ വാഹനം അവർ പുറത്തിറക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെല്ലാം ലാഭകരമാണ്. പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്നതോടുകൂടി റോഡിലെ വാഹനപ്പെരുപ്പം കുറയുന്നു. മാത്രമല്ല ഈ അന്തരീക്ഷ മലിനീകരണം കുറയുന്നു, ഈ പുകമൂലമുള്ള അന്തരീക്ഷ മലിനീകരണം കുറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ നിരവധി നല്ല ഘടകങ്ങൾ, ഇതിൻ്റെ സൂക്ഷ്മതലത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നിരവധി നല്ല ഗുണങ്ങളുണ്ട്. വ്യക്തിപരമായുള്ള ഗുണങ്ങളുണ്ട്, സാമൂഹ്യപരമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. വ്യക്തിപരമായ ഗുണത്തെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അരമണിക്കൂർ വാക്ക് എന്ന് പറയുന്നത് ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതാണ്. രണ്ടാമത് ഈ സാമൂഹികമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് സ്ത്രീകൾ ഈ വണ്ടി ഇറക്കാത്തതാണ്. വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ അതിൻ്റെ പൊല്യൂഷൻ, ഒപ്പം തന്നെ രാവിലത്തെ ബ്ലോക്ക്, വൈകുന്നേരത്തെ ബ്ലോക്ക്, ഇതൊക്കെ ഒഴിവാക്കി കിട്ടും. അങ്ങനെ 4,25,000 പേർ പുതിയതായി KSRTC സൗജന്യ യാത്രയെ 2-ാം ദിവസം ആശ്രയിച്ചപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് ബഹുഭൂരിപക്ഷം സ്ത്രീകളും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നില്ല. അവരുടെ വാഹനങ്ങൾ അവർ വീട്ടിലിട്ടിരിക്കുന്നു. പകരം നടന്നു വന്ന് ഒരുപക്ഷെ KSRTCയുടെ ഈ സൗജന്യ യാത്ര ബസ് ടൗണിൽ മാത്രമായിരിക്കാം. അപ്പോൾ അവിടം വരെ സ്ത്രീകൾ പ്രൈവറ്റ് ബസ്സിൽ പോവുകയും പിന്നീട് ആ സൗജന്യ യാത്ര അനുവദിക്കുന്ന ഓർഡിനറി ബസ്സിലേക്ക് പോവുകയും ചെയ്യും. ഇതിനിടയിലാണ് സ്ത്രീകൾ അറിയാതെ തന്നെയുള്ള ഈ ഒരു നടപ്പ് വരുന്നത്, കാൽനട വരുന്നത്. അത് തീർച്ചയായിട്ടും സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഹനപ്പെരുപ്പം കുറയും, നമ്മുടെ അന്തരീക്ഷ മലിനീകരണം കുറയും. അത് തന്നെയാണ് ഇതിലെ ആരും കാണാത്ത ഒരു വശം. വിമർശനങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. ഇപ്പോഴും ആ വിമർശനങ്ങളൊക്കെ കാതലുണ്ട് താനും. അതിനകത്ത് ആ വിമർശനങ്ങളിൽ സത്യസന്ധമായ വിമർശനങ്ങളാണ്. KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ സൗജന്യ യാത്ര കൊണ്ടുവരുമ്പോൾ അത് കൂടുതൽ നഷ്ടത്തിലാകും, സ്ത്രീ പുരുഷ തുല്യത ഇല്ലാതാകുന്നു. ഇതൊക്കെ ശരിയാണ്. വിമർശനങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ അങ്ങനെ ഉൾക്കൊള്ളുമ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന 2 കാര്യങ്ങളാണ്, 2 ഗുണങ്ങളാണ് ഈ പറഞ്ഞത്. സ്ത്രീകൾക്ക് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന ഗുണം, ഒപ്പം സമൂഹത്തിനും ഗുണം ഈ ഒരു സൗജന്യ യാത്ര മുഖേന അറിയാതെ ലഭിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.